ചെയ്യുമ്പോ എന്തിനാണ് പിന്നെ ഗവൺമെന്റ് എതിർക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിശദാംശം കൊണ്ട് കിടക്കാൻ കാരണം സമയം ഒത്തിരി താമസിച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് എന്തെങ്കിലും വീട്ടിൽ പോകണം. ഇങ്ങനെ പോയാലെങ്ങനെ നോക്കുന്നു? ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം തന്നെ പൂർണ്ണമായി പോകും. സംശയിക്കണം. ഇവിടെ ഈ ക്രിസ്ത്യാനികൾ പങ്കെടുക്കുന്നതൊന്ന് ഒന്ന് കൈകൊണ്ടാൻ കാണാൻ ഞാൻ എന്താണെന്നറിയാമോ? ഇവിടെ ഈ തെടനാട് പള്ളിക്ക് ഒരു കുഴപ്പം. ഞാൻ പള്ളിയെ പറ്റി പറയുന്നില്ല, ഞാൻ പോയി ഒന്ന് പറഞ്ഞതാണ്. തെടനാട് പള്ളി വരുന്ന അച്ഛന്മാർക്ക് എല്ലാം തിരിച്ച് കിടക്കണം. വൈദികരെ കുറ്റം പറയുന്നില്ല എങ്കിലും എല്ലാം കണ്ടുപൊത്തി പേടിക്കണ്ട. പേടിക്കേണ്ട കാര്യം നിങ്ങളെപ്പോഴേ കുഴപ്പം മനസ്സിലായില്ലേ? തെടനാട് പഞ്ചായത്ത് ക്രിസ്ത്യാനി മാത്രം മെമ്പർമാരായാൽ മതി. ഒരു വൈദികരെന്ന് പറയാമോ? വൈദികരെന്ന് പറയുന്ന മര്യാദയാണോ? ഇവിടെ ക്രിസ്ത്യാനി മാത്രം തെടനാട് പഞ്ചായത്തിലുള്ളോ? അതുകൊണ്ട് BJP തകർക്കണം. ഇവിടെ 1000 അച്ഛന്മാർ നോക്കി തകരുന്നു. ബോധം വേണ്ട. ഞാൻ ഒറ്റ കാര്യം മാത്രം അച്ഛനോട് പറയുന്നു പരസ്യമായി. അച്ഛന്റെ ഭർത്താവത്തെ നീങ്ങുന്ന ചരിത്രം ഞാൻ നോട്ടീസ് അടിച്ചാൽ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടത് പറയാം. അതെന്നെ കൊണ്ട് ചെയ്യിക്കില്ല. ഒരച്ഛൻ ഇവിടെ ഇരുന്ന് അപ്പനെ തല്ലി അച്ഛൻ ഇരുന്നതാണ്. സ്വന്തം അപ്പനെ ബൂട്ടിട്ട് ചവിട്ടി അപ്പം വീട്ടിൽ വന്ന് കരുതു. ആ അച്ഛന്റെ ഗതി ഈ അച്ഛന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാം. മര്യാദ ഇല്ല, വെറുതെ വിടില്ല. ശാസ്ത്രം അറിയാൻ പറ്റില്ല. മനസ്സിലായി? ഇത് ഞാൻ പറയാതിരുന്ന കുഴപ്പമായുണ്ടായി. ഇന്ന് അച്ഛൻ ചെയ്ത പണി നാളെ കൂടെ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ നോട്ടീസ് ഇവിടെ ഇറങ്ങും. എന്റെ പേരിൽ അച്ഛന്റെ 2 പള്ളിയിൽ നിന്ന് നടത്തിയ ചരിത്രം സ്ത്രീകളൊക്കെ പറയാൻ കൊടുക്കുന്നതല്ല, പറയും. അതെന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛനോട് സ്നേഹപൂർവ്വം ഞാൻ പറയും. ഞാൻ ഒന്ന് കയറി ചെന്നതാണ്. കയറി ചെന്നപ്പോ അച്ഛനില്ല. അവിടെ കൊച്ചച്ഛനുണ്ടായിരുന്നു. നമ്മുടെ ബാപ്പച്ചിയുടെ മകൻ, ദീപിയുടെ ബാപ്പച്ചിയുടെ മകൻ, നല്ല വൈദികനാണ്. അച്ഛനെ കൊണ്ട് നശിപ്പിക്കൂലോ ഇങ്ങനെ എന്റെ ഒരു പേടി. അതാണ് വളരെ മര്യാദക്കാരൻ. ഇതൊക്കെ പറഞ്ഞില്ല നന്നാവില്ല. ഇതൊക്കെ നന്നാക്കട്ടെ. ഇതിന് മുമ്പ് ഇങ്ങനെ ഇരുന്ന് നന്നാക്കേണ്ടവരെ നന്നാക്കി തന്നെ പോയാണ് ഞാൻ ജീവിക്കുന്നത്. എങ്ങനെ പേടിക്കുന്നൊന്നുമില്ല. ഇവിടെ പണ്ടിരുന്ന അച്ഛൻ ഇവിടെ പ്രകടനം നടത്തിയിരിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? തമിഴ്നാട്ടെ പല കാരണങ്ങൾ ചോദിച്ചാൽ പറയും. അന്ന് ആ പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത ആളോട് ഞാൻ പറഞ്ഞു, അയാളുടെ വീടിന് ആൾക്ക് നീ മുടിഞ്ഞു പോകാന്ന് ഞാൻ പറഞ്ഞു. സത്യമാണ്, നീ മുടിഞ്ഞു പോകൂടാ എന്ന് പറഞ്ഞു. വലിയ പ്രായമുള്ള കാരണമില്ല. അയാൾ വീടും അന്വേഷിച്ചേ അയാളും ചത്തും, അയാളുടെ മകളും ചത്തും, അയാളുടെ മകനും ചത്തും. ഈ അടുത്ത കാലത്ത് കാഞ്ഞിരപ്പള്ളിക്ക് അറിയാതെ വന്ന് കുടം പിടിച്ചുകൊണ്ട് ഒന്നുമില്ലായിട്ട് പോകണം. മനസ്സിലായോ? ഏതാണ് പറയുന്നില്ല. ആ കുടുംബം നല്ലൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് നാണമാകുന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഈ വൈകടംപാറയ്ക്കും കർണാടക ഇടയ്ക്കുള്ള സാധനം സുഖം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഒരു ഉത്തരവ് ഇന്ന് വരെ ഒരു ഇതും ചെയ്തില്ല. പക്ഷേ വാതൊക്കെ പോയി വിളിച്ചു പറഞ്ഞു. അയാളാണ് അച്ഛനെ കൊണ്ടൊന്ന് വഴക്കുണ്ടാക്കി കളത്തിലെത്തുന്നത്. അതായത് ഇടിവെട്ടി പോകും, മുടിഞ്ഞു പോകും. ഞാൻ പറഞ്ഞത് അറിയില്ല. അവൾ പറഞ്ഞേക്കാം, സൂക്ഷിക്കാം. ഇവിടെ ഏറ്റവും അധികം നമ്മളെ ആക്രമിക്കുന്ന അതുകൊണ്ട് പറയണ വ്യക്തികളാണ് ഇത്.